മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് തിരുസഭ ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. രോഗികളായ മക്കൾക്ക് അമ്മയുടെ മധ്യസ്ഥതയാൽ ദിവ്യകാരുണ്യ ഈശോ സൗഖ്യവും വിടുതലും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂർദിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു സാധാരണക്കാരിയായ ബർണദീത്ത എന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന സന്ദേശങ്ങളാണ് ലൂർദിൻ്റെ സന്ദേശങ്ങൾ. ഒരു സാധാരണ ഇടത്ത് കാലികളും പന്നികളുമൊക്കെ മേഞ്ഞു നടന്നിരുന്ന ചവറുകൂനകൾ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലത്താണ് പരിശുദ്ധ അമ്മ ബർണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെടുക. ഒരു സാധാരണ സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്തെ വിശുദ്ധമായ ഒരു സ്ഥലമാക്കി മാറ്റുകയാണ്. ഇതുപോലെ തന്നെ ചപ്പുചവറുകൾ നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ വിശുദ്ധമായ ഇടമായി മാറുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. പലവിധത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. പാപ വഴികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മുടെ ജീവിതവും വിശുദ്ധമായ ഇടമായി മാറും, ദൈവത്തിന് പ്രീതികരമായ സ്ഥലമായി മാറും, ജീവിതമായി മാറുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മുടെ ജീവിതം അപ്രസക്തമെന്ന് നമുക്ക് തോന്നാം, നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് തോന്നാം, നമ്മുടെ ജീവിതം ഇല്ലായ്മയുടെ ജീവിതമെന്ന് നമുക്ക് തോന്നാം, നമ്മുടെ ജീവിതം തകർച്ചയുടെ ജീവിതമെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഏത് അപ്രസക്തമായ ജീവിതമാണ് നിൻ്റേതെങ്കിലും, ഏത് കുറവുകളും ബലഹീനതകളും വീഴ്ചകളും ഇല്ലായ്മകളുമുള്ള ജീവിതമാണ് നിൻ്റെ ജീവിതമെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനായിട്ട് സാധിക്കുമെന്നും നിൻ്റെ ജീവിതം ദൈവം ഉയർത്തുമെന്നും ഈ തിരുനാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെളി നിറഞ്ഞ മണ്ണിൽ നിന്നും തെളിനീരുറവ കണ്ടെത്തിയ ബർണദീത്തയെ പോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലും ദൈവകൃപയെ കണ്ടെത്താനായിട്ടും ദൈവകൃപയെ അനുഭവിക്കാനായിട്ടും നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സഹായകരമാണ് എന്ന് ഈ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അമ്മ ബർണദീത്തയോട് പറയുന്നത് ആ ചെളിവെള്ളം എടുക്കാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അവൾ അവിടെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ചെളിവെള്ളമാണ്, എന്നാൽ വീണ്ടും അവൾ മാന്തി എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല നീരുറവ അവൾക്ക് ലഭിക്കുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മൾ കാണും. നമ്മുടെ ജീവിതത്തിൻ്റെ മുകൾ തട്ടിലാണ് ആ പ്രതിസന്ധികൾ. എന്നാൽ താഴേക്ക് ഇറങ്ങിയാൽ ദൈവകൃപയെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ മുകൾ തട്ടിലുള്ള പ്രതിസന്ധികളെ ഓർത്ത് നമ്മൾ ആരും ഭയപ്പെടേണ്ട. മുകൾ തട്ടിലുള്ള പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് മാറിപ്പോകുന്ന നമ്മുടെ പലപ്പോഴും ജീവിതത്തിൻ്റെ മുകൾ തട്ടിലുള്ള പ്രതിസന്ധികളെ നോക്കി ജീവിതം തളരുന്നവരായിട്ട് മാറാറുണ്ട്. എന്നാൽ അവയ്ക്ക് താഴെ ദൈവകൃപയുടെ നീരുറവ കിടപ്പുണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ മുകൾ തട്ടിലുള്ള ചെളി കണ്ടു നിൽക്കുക, പ്രതിസന്ധി കണ്ടു നിൽക്കുക, എന്നാൽ അതിൻ്റെ താഴെയുള്ള കൃപയെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, അനുഗ്രഹത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, ജീവിതത്തിൽ വേദനകളുണ്ടാകും, ചെളിനീര് നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളുണ്ടാകും. എന്നാൽ അതിൻ്റെ താഴെ തെളിഞ്ഞു കിടക്കുന്ന ദൈവകൃപയുടെ നീർച്ചാലുണ്ട്, അനുഗ്രഹമുണ്ട്. അവയെ കണ്ടെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അതിന് നമ്മെ സഹായിക്കുമെന്ന് തിരിച്ചറിയുക. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ
അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുണ്ടായിരിക്കണം. ബർണദീത്തയോട് പരിശുദ്ധ അമ്മ ആ ചെളിനീര് കിടക്കുന്ന സ്ഥലത്ത് കുഴിക്കാനായിട്ടും ആ വെള്ളം എടുക്കാനായിട്ടും ആവശ്യപ്പെടുക. അവളത് ചെയ്തു. ആ സ്ഥലമെന്ന് പറയുന്നത് മോശ സ്ഥലമായിരുന്നു. പക്ഷേ അവളുടെ വിശ്വാസം ആഴത്തിലുള്ളതായിരുന്നു. ആഴത്തിലുള്ള വിശ്വാസത്തിൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളും ദൈവം നമ്മോട് ആവശ്യപ്പെടാം. അപ്രസക്തമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടും. ചിലപ്പോൾ ചില സഹന വഴികളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം ആവശ്യപ്പെടും. ദൈവം ആവശ്യപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ അത് ചെയ്യാനായിട്ട് നിനക്ക് സാധിച്ചാൽ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അത്ഭുതത്തെ കൂടെ കാണാനായിട്ട് നിനക്ക് സാധിക്കുമെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുക. വലിയ പ്രത്യാശയാണ്, സന്തോഷമാണ് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ നമുക്ക് നൽകുന്നത്. ആ സന്ദേശങ്ങളെ സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ കണ്ടെത്താം. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തോട് ചേർത്ത് വയ്ക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് രോഗികളായിട്ടുള്ള മക്കളെ രോഗാവസ്ഥകളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും വേദനകളെയും എല്ലാം ലൂർദ് മാതാവിൻ്റെ മധ്യസ്ഥത വഴി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ജീവിത വഴികളിൽ നിന്നും, അധ്വാന മേഖലകളിൽ നിന്നും സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു. രോഗബാധിതരായ ഈ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ട് അമ്മയുടെ മധ്യസ്ഥതയാൽ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.